ഡിവൈഎഫ്ഐ മുതുകുളം മേഖലാ കമ്മിറ്റി പഠനോത്സവം 2025 സംഘടിപ്പിച്ചു. ചലച്ചിത്ര സീരിയൽ നടി ഗായത്രി വർഷ മുഖ്യപ്രഭാഷണവും മെറിറ്റ് അവാർഡ് വിതരണവും നിർവഹിച്ചു. ഡിവൈഎഫ്ഐ മുതുകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. KV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമായ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത് ഡിവൈഎഫ്ഐ ആണ്. അതിന്റെ പ്രാധാന്യം ഞങ്ങൾ കണ്ടത് ഒരു ശരിയായ രാഷ്ട്രീയ ബോധത്തിലല്ല പുതിയ തലമുറ വളർന്നു വരുന്നത്. ആ തലമുറയുടെ സാംസ്കാരികവും രാഷ്ട്രീയമായ മുന്നേറ്റം ശരിയായ നിലയിൽ വളർന്നു വരണമെങ്കിൽ അവർക്ക് ആ നിലയിൽ വളർന്നു വരാൻ വേണ്ടി ഇടം ഒരുക്കുക എന്നുള്ളത് പ്രധാനമാണ്. പുതിയ തലമുറയിൽപ്പെട്ട ഇഷ്ടം പോലെ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരായി വളർന്നു വരാൻ കഴിയുന്ന ആളുകളും അവർക്ക് അവരുടേതായ അവസരങ്ങൾ തെളിയിക്കാൻ കഴിയുന്ന ഇടമില്ല. 14 ജില്ലാ കമ്മിറ്റികളുമായി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി അതിന്റെ സംസ്ഥാനതല മത്സരം കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ നിലയിലുള്ള ആശങ്കയുണ്ട്. എങ്ങനെ വിജയിക്കും, എങ്ങനെയാണ് ആളുകൾ ഇതിനെ നോക്കിക്കാണുക, പുതിയ തലമുറയിൽപ്പെട്ട എത്ര ആളുകൾ ഇതിനെ സ്വീകരിക്കും. അങ്ങനെ ഒരു യുവജന സംഘടന ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ എങ്ങനെയാണ് മാതൃകയാവേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം സാംസ്കാരിക പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം കൂടി ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയാണ്. ഇത് മാത്രമല്ല, അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. ഇപ്പൊ തിരുവനന്തപുരത്താണ് ഡിവൈഎഫ്ഐ വ്യത്യസ്തമായി പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചത്. മേഖലാ പ്രസിഡന്റ് S. സഞ്ജു അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സീരിയൽ നടി ഗായത്രി വർഷ മുഖ്യപ്രഭാഷണവും മെറിറ്റ് അവാർഡ് വിതരണവും നിർവഹിച്ചു. 40 വയസ്സ് വരെ പ്രവർത്തിക്കാവുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. അപ്പൊ 40 വയസ്സെന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. 40 വയസ്സ് വരെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ഓടിച്ചാടി ചുറുചുറുക്കായിട്ടൊക്കെ നടക്കുന്നത്. ഞാനിപ്പോ ഇന്ന് ലേറ്റായി വരാൻ കാര്യം എന്താ, എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു, വയസ്സായി. അപ്പൊ 40 ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാത്തിലും അങ്ങോട്ട് സ്പീഡ് കുറയും, ജീവൻ കുറയും, ആരോഗ്യം കുറയും, ഉത്സാഹം കുറയും. എവിടെയെങ്കിലും ഒക്കെ ചെന്നാൽ ലേറ്റായി ചെല്ലും. പിന്നെ നിങ്ങളെ പോലെയുള്ള കുട്ടികളെയും യുവാക്കളെയും അന്യന്മാരെയും അനിയത്തിമാരെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഒരു എനർജി തോന്നും. അങ്ങനെ ഒരു എനർജിയിലാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം നാട്ടിലുള്ള ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും സംഘടനയാണ് ഡിവൈഎഫ്ഐ. അവരെന്തെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും പഠനോത്സവം നടത്തുന്നുണ്ട്, സമ്മാനം തരുന്നുണ്ട്. പിന്നെ ഡിവൈഎഫ്ഐക്കാരില്ലേ ഇവിടെ, പിന്നെന്തൊക്കെ ചെയ്യുന്നുണ്ട്. ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്നതാരാ ആണോ? പിന്നെന്താ പറയാത്തെ. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് S. സുരേഷ് കുമാർ പഠനോപകരണ വിതരണം നടത്തി. ഡിവൈഎഫ്ഐ കാർത്തികപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറി PA അഖിൽ, പ്രസിഡന്റ് R. രഞ്ജിത്ത്, ട്രഷറർ P. പ്രവീൺ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ AB മാത്യു, G. മുരുകേഷ്, മേഖലാ സെക്രട്ടറി ലിജോ റിച്ചാർഡ്, മേഖലാ ട്രഷറർ B. ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.